ആപ്കി അദാലത്തിൽ സൽമാൻ ഖുർഷിദിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സമാജ്വാദി പാർട്ടിയെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. സൽമാൻ സാർ, താങ്കൾ ഉത്തർപ്രദേശിലേക്ക് പോയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി. താങ്കളുടെ ഒരേ ഒരു അജണ്ട എന്താണെന്ന് വെച്ചാൽ മുലായം സിംഗിനെയും അമർ സിംഗിനെയും ഹറാസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് ശരിയാണോ? ഇതെന്റെ അജണ്ടയല്ല, എന്റെ കടമയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, അവമാനപ്പെടുത്തി. ഉത്തർപ്രദേശിനെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളൊരു സെൽ ഉണ്ടാക്കിയത് സത്യമാണോ? അതിന്റെ പേര് PIL സെൽ. അതിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരായിട്ട് കേസുകൾ ഇടുക എന്നുള്ളതാണ്. ഓരോ കള്ളനെയും പിടിക്കേണ്ടത് IILന്റെ PL സെല്ലിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണ്. അതിലാരെങ്കിലും സ്വയം കള്ളനാണെന്ന് വിചാരിച്ചാൽ അവർക്കെതിരെയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഏത് രീതിയിലുള്ള സെൽ ഉണ്ടാക്കിയിരിക്കാന്ന് വെച്ചാൽ മുലായം സിംഗ് യാദവിനെതിരായിട്ട് കേസുകൾ നടത്തി അദ്ദേഹത്തെ ഹറാസ് ചെയ്യാൻ. വക്കീൽ എന്നെ പോലെ ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അവിടെ ശരിക്കും ഒരു സെല്ലില്ല. അതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. വിശ്വമോഹൻ ചതുർവേദി അദ്ദേഹം കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, പ്രോപ്പർട്ടിക്കെതിരായിട്ടുള്ള കേസ്. മുലായം സിംഗ് യാദവിനെതിരായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടും എല്ലാവർക്കും എതിരായിട്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം താങ്കൾക്ക് വളരെ ക്ലോസ് ആയ വ്യക്തിയാണ്. ഈ കേസ് ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം താങ്കളാണ് ചെയ്തതെന്ന് അറിഞ്ഞു. അങ്ങനെ നടന്നിരുന്നെങ്കിൽ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം എന്റെ സുഹൃത്തൊന്നുമല്ല, ഒരുപാട് വർഷം കോൺഗ്രസിൽ ഉണ്ടായിരുന്നതാണ്, വളരെ ഉത്തരവാദിത്തമുള്ള ആളുമാണ്. അതെ, ജനങ്ങൾക്കെതിരായിട്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. കാരണം അദ്ദേഹം ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. കോടതിയിൽ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറ്റും. ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ 40 MLA-മാർ സമാജ്വാദി പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അവർക്കെതിരായ കേസുകൾ അതും താങ്കളുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ വലിയ വലിയ വക്കീൽമാർ ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സതീഷ് മിശ്ര സർ, ബഹുജൻ സമാജ്വാദ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ അഡ്വൈസോ ഇൻവോൾവ്മെന്റോ അതുപോലുള്ള ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒന്നുണ്ട്, ഇതുപോലൊരു കേസ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുപോലൊരു കേസ് രാഷ്ട്രീയത്തെ ശുദ്ധമാക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾ ഉറപ്പായിട്ടും അതിനെ സപ്പോർട്ടും ചെയ്യും. രഹസ്യമായല്ല, ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായിട്ട്. പിന്നെ ജയ ബച്ചനെതിരായിട്ട് കേസ് കൊടുത്ത വ്യക്തിയും താങ്കളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അടുപ്പമുള്ള ആളല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുന്നു. ജയ ബച്ചന്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും അതിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അവര് റിജക്ട് ചെയ്തു. ആ സമയം മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ വലിയൊരു ദേഷ്യം ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നമ്മൾ ഇക്കാരണത്താൽ അദ്ദേഹത്തിനോട് പിണങ്ങേണ്ട കാര്യമില്ലല്ലോ. കുറ്റാരോപണം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് പൊളിറ്റിക്കൽ വഴക്കുകൾക്ക് പകരം നിയമം ഉപയോഗിച്ച് താങ്കൾ വഴക്കുണ്ടാക്കുകയാണ്. പൊളിറ്റിക്കൽ വഴക്കൊക്കെ താങ്കൾ കോടതിയിലാണ് നടത്തുന്നത്. ഇതെല്ലാം നിയമപ്രകാരം ചെയ്യുന്നതല്ലേ. കള്ളന്മാരുടെ സഹായമൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. കൊള്ളക്കാരെയൊന്നും ഞാൻ കാണാൻ പോയിട്ടുമില്ല. കൊലപാതകികളും അതുപോലെ റൌഡികളുടെയും സഹായമൊന്നും ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ എപ്പോഴും നിയമത്തിന് വിധേയമായാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിയമത്തെയല്ല നമ്മളൊക്കെ അനുസരിക്കേണ്ടത്. അതൊരു തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ. താങ്കൾ മുലായം സിംഗിനും അമർ സിംഗിനും എതിരായിട്ടുള്ള വ്യക്തിയാണ്. താങ്കൾ എല്ലാവരുടെയും സഹായം ചോദിക്കുക. അതുകൊണ്ടാണ് ജനങ്ങളുടെയൊക്കെ സപ്പോർട്ട് തേടുന്നത്. ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് എതിരാണെന്ന് തോന്നുന്നു. പക്ഷെ താങ്കൾ അജിത് സിംഗിനെ 3 പ്രാവശ്യമാണ് പോയി കണ്ടത്. അജിത് സിംഗിനെ ഞാൻ 30 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അജിത് സിംഗിനെ കണ്ടുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നേർക്ക് നേർ സംസാരിക്കുന്നത് ഒരു മര്യാദയുടെ കാര്യം കൂടിയാണല്ലോ. മുലായം സിംഗ് സർക്കാരിനെ കമത്തി അടിക്കാൻ വേണ്ടിയാണോ താങ്കൾ അദ്ദേഹത്തെ പോയി കണ്ടത്? അല്ല, അതിനുവേണ്ടിയാണ് കണ്ടത്. അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതി. അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. എത്ര പേരുണ്ടെങ്കിലും ശരി, അത് അജിത് സിംഗ് ആണെങ്കിലും ശരി, അല്ല മധുമോഹൻ ആണെങ്കിലും, താങ്കളുടെ പക്കൽ എത്ര പേരുണ്ടെങ്കിലും ശരി, അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് മുലായം സിംഗിനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് താങ്കളാണ്. അത് റോൾ പ്ലേ ചെയ്യുന്നതും താങ്കൾ പറഞ്ഞതുപോലെ ഞാനും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. അതുകൊണ്ട് ഒരുപാട് കാശും ഉണ്ടാക്കിയേനെ. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഖ്യത്തില്, രാഷ്ട്രീയ മുന്നണിയില് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പോരാടുകയും ചെയ്യും. സൽമാൻ സാർ, ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 17 വർഷമായിട്ട് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ കാൽ വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് സത്യമാണ്. ഞങ്ങൾ അവിടെ വളരെ ബലഹീനരാണ്. പക്ഷേ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സമൂഹം പോളറൈസായി മാറി. അതിന് കാരണം ബാബറി മസ്ജിദിന്റെ തകർച്ചയാണ്. അതൊരു മുഖ്യ കാരണമാണ്. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് തെറ്റുകളും കുറവുകളും ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. 17 വർഷം മുമ്പ് ഉത്തർപ്രദേശ് എങ്ങനെയായിരുന്നോ അതുപോലെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ ഫസ്റ്റ് റോയിൽ. ജയ ബച്ചന് എതിരായിട്ട് നിങ്ങൾ ഈ ഒരു കുറ്റാരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ്സുകാരും അധികാരത്തിലിരുന്നത് ലാഭം നോക്കിക്കൊണ്ടായതുകൊണ്ട് അവരെ നീക്കം ചെയ്തു. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇത് ശരിയാണോ? ദേ നോക്കൂ, നിയമത്തിന്റെ മുന്നിൽ എന്താണോ ശരി അത് മാത്രമാണ് ഞാൻ ചെയ്യുക. എനിക്കെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണെന്ന് പറയാൻ കഴിയുക? ഇലക്ഷൻ കമ്മീഷൻ ജയ ബച്ചൻ തെറ്റാണെന്ന് പറഞ്ഞു. അതിനുള്ള തീരുമാനം എടുക്കേണ്ടത് ഇനി സുപ്രീം കോടതിയാണ്.
ആരെങ്കിലും ഒരാൾ ഒബ്ജക്ഷൻ സ്റ്റേ വാങ്ങുകയാണെങ്കിൽ അത് വെച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ആരെയാണ് കുറ്റം പറയാൻ കഴിയുക? പക്ഷേ ഇതുപോലെ ലാഭത്തിന് വേണ്ടി പദവിയിലുള്ളവര് ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? അങ്ങനെ വന്നാൽ ആരെങ്കിലും അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തും. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പിക് പോക്കറ്റിംഗ് നടക്കും. പക്ഷേ FIR ഇട്ടാൽ മാത്രമല്ല പോലീസിന് കേസെടുക്കാൻ കഴിയൂ. അപ്പൊ താങ്കൾ ഇതിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കുവോ? സോണിയാഗാന്ധി വഹിക്കുന്ന പദവി പോലും ലാഭത്തിനുള്ള പദവിയാണെന്നാണ് പറയുന്നത്. അല്ല, അത് ആരാണ് പറഞ്ഞത്? അമർ സിംഗ് ആണിത് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങൾ അറിയാന്നുള്ളത് എനിക്കറിയില്ല. താങ്കൾ അദ്ദേഹത്തിനെതിരായിട്ട് എത്രത്തോളം കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിയമങ്ങൾ നല്ല നിയമം അറിയാമെങ്കിൽ നിയമത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ നോക്കാൻ പറ. എന്തിനാണ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ. വെറുതെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്ക് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അയാൾ പാർലമെന്റിന്റെയോ അസംബ്ലിയുടെയോ പട്ടികയിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള സ്ഥാനമൊന്നും ഇല്ലെങ്കിൽ ആ പട്ടിക നോക്കിയാൽ അറിയാം. നിയമപ്രകാരം തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വഴി നോക്കിയാൽ പോരെ. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഓർഡർ എന്റെ പക്കലുണ്ട്. ഇതിൽ നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ഭരണഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ചെയർപേഴ്സൺ ആണെങ്കിൽ സോണിയാഗാന്ധി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ഇൻകോട്ട് ഓഫ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി കൗൺസിൽ വുഡ് ബി മെയ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ചെയർപേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ സോണിയാഗാന്ധി മെമ്പർ ഓഫ് പാർലമെന്റ് വിൽ ബി ദി ചെയർപേഴ്സൺ ഓഫ് ദി നാഷണൽ അഡ്വൈസറി കൗൺസിൽ. ചെയർപേഴ്സൺ വിൽ ദി ഹോൾ റാങ്ക് ആൻഡ് സ്റ്റേറ്റസ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇതൊരു ലാഭമുള്ള പദവിയായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? അല്ലല്ല, താങ്കൾക്ക് മനസ്സിലാകാനിട്ടാണ്. അധികാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങൾ പാർലമെന്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സമോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ അങ്ങനെ വന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. അവരവരുടെ ജോലി ശരിയായിട്ടാണ് ചെയ്യുന്നത്. അത് ഗവൺമെന്റിന്റെ ജോലിയാണ്. ഉറപ്പായിട്ടും അവരുടെയും ജോലിയാണിത്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ ആർക്കും ആരുടെയും അനുവാദം ആവശ്യമില്ല. അമർ സിംഗ് സാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് ഫയൽ ചെയ്യില്ലേ? ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ടാണ് ജയ ബച്ചനെതിരെ അദ്ദേഹം അത് ചെയ്തത്. അവരെന്താ പറയുന്നത് വെച്ചാൽ ജയ ബച്ചൻ ചെയ്ത കൊല സോണിയാഗാന്ധി ചെയ്ത അത് ക്ഷമിക്കണമെന്ന്. അങ്ങനെയല്ല, ഞാനത് വ്യക്തമാക്കി തരാം. നിങ്ങളൊരു ശിപായിയുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ശത്രുവിനെ കൊല്ലാൻ പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരു കൊലപാതകം ആവില്ല. പക്ഷെ അതേ തോക്കുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ നേരിട്ട് കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കൊന്നെന്ന് പറഞ്ഞാലും അത് കൊലപാതകമാണ്. നിങ്ങൾ പറയുന്ന ആരും കേൾക്കാൻ പോകുന്നില്ല. ആർക്കാണ് തോക്ക് കൊടുത്തിരിക്കുന്നത്, ആരാണ് വെടിവെച്ചത്, എന്ത് നിർദ്ദേശമാണ് കൊടുത്തത്, അവിടുത്തെ അവസ്ഥ എന്താണ്, ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിയമത്തിന്റെ രീതി വേണം തീരുമാനം എടുക്കാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് പറയാൻ പറ്റില്ല. താങ്കൾ പറയുന്നത് അമർ സിംഗ് കേട്ടാൽ തീർച്ചയായിട്ടും ഒബ്ജക്ഷൻ പറയും.